ഹായ് ഗേസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. മസാല ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണൊന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഒരു അടിക്കട്ടിയുള്ള കടായി ഞാൻ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിട്ടോ. അതിനകത്തേക്ക് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ച് കൊടുത്തിട്ടോ. നന്നായി പൊട്ടിക്കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തു. അതിന് ശേഷം ഉഴുന്നൊരു പിഞ്ചാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ കടലപ്പരിപ്പും കൂടി അതേ അളവിലൊന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി 2 വറ്റൽമുളകും കൂടി ഒന്ന് പൊട്ടിച്ചിടാം. എരിവിന് വേണ്ടിയിട്ടല്ല, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണേ. കറിവേപ്പിലയുടെ ആ പച്ച നിറം മാറുന്നേക്കായി മുമ്പ് തന്നെ ഞാൻ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-6 അല്ലി വെളുത്തുള്ളിയാണ് അരിഞ്ഞ് വെച്ചത്. അതും കൂടി ചേർത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിനകത്തേക്ക് കുരുകുരൂന്ന് അരിഞ്ഞ് വെച്ച ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഉണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൊരിച്ചെടുക്കുക കേട്ടോ. ഇനി ഒരുപാട് മൊരിയൊന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ പച്ചക്കുത്ത് മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം എന്തായാലും. അതിനകത്തേക്ക് ഒരു 4 പച്ചമുളക് അരിഞ്ഞ് വെച്ചതാണ്. ഞാൻ പച്ചമുളക് നെടുകെ കീറി ഇടുകയാണ് ചെയ്തത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേ. അടിയിലൊന്ന് പിടിക്കാതിരിക്കാനാണ് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. അതിനകത്തേക്ക് ഒരു വലിയ സവാള അരിഞ്ഞാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ സവാള ഇല്ലെങ്കിൽ ചെറിയ 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഒത്തിരി അങ്ങ് മൊരിഞ്ഞ് പോണ്ട. സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. ഇതൊരു ആര്യഭവൻ അല്ലെങ്കിൽ ഇന്ത്യൻ കോഫി ഹൗസിലെ ആ ഒരു സ്റ്റൈലിൽ മസാല ദോശയാണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ വീട്ടിൽ. ഇതിനകത്തേക്ക് ഇനി ക്യൂബ് പോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. സവാള ഈ ഒരു പരിവായാൽ മതി. ഒരുപാട് അങ്ങ് മൊരിഞ്ഞ് ഒരു ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു പരിവം മതി. ഒന്ന് വാടിക്കിട്ടണം, അത്രയേ വേണ്ടുള്ളൂ. ഇനി ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണേ. ക്യാരറ്റ് സവാളയൊക്കെ ഒന്ന് വാടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരു തുണ്ട് ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഗരം മസാല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എല്ലായിടത്തൊന്നും മഞ്ഞൾപ്പൊടി ഇടത്തില്ല. എനിക്ക് ആ മഞ്ഞ കളർ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയുടെ കളർ ഇഷ്ടമല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല. ഞാൻ നേരത്തെ ഒരു 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടൊന്ന് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തൊണ്ട് കളയാണ്ട് കഴുകി അങ്ങനെ തന്നെ എടുത്ത് കുക്കറിലിട്ട് ഒരു 2 വിസിലടുപ്പിച്ച് എടുക്കുകയാണ് ചെയ്തത്. അതൊന്ന് ചൂടാറിയപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞ് ഉടച്ച് എടുത്തതാണിത്. അതും കൂടി ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ ഒരു 2 തണ്ട് മല്ലിയിലയാണ് അരിഞ്ഞു വെച്ചിരുന്നതാണ്, അതൊന്ന് ചേർത്തു ഈ ഒരു സമയത്ത്. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് സ്കിപ്പ് ചെയ്ത് കേട്ടോ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റംസാണ്. ഇതെല്ലാം ചേർത്ത് വേണം മസാല ദോശ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം നല്ലൊരു ഫ്ലേവർ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ദോശ ചുട്ട് കൊടുക്കാം. ഈ ഒരു പാനിലാണ് കേട്ടോ ഞാൻ ദോശ ചുട്ട് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ നമ്മൾ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ചെറിയൊരു പാനേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ വലിയ പാനൊക്കെ ഉണ്ടെങ്കിൽ നല്ല വലിയ ദോശ കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു ചെറിയ പാനാണ് എടുക്കുന്നത്. ഇതിന് വലിയ അടിക്കട്ടിയൊന്നുമില്ല. ഈ പാനൊന്ന് എടുത്തിട്ട് അടുപ്പിൽ വെച്ചതിന് ശേഷം ഒന്നും വെളിച്ചെണ്ണയോ ഒരു നെയ്യോ ഒന്നും തടവി കൊടുക്കുന്നില്ല. ഡയറക്റ്റായിട്ട് മാവ് അരച്ച് വെച്ചിരുന്നതാണ്. അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇവിടെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. മാവ് ഒരു ജസ്റ്റ് പരത്തി കൊടുത്ത് 2 മിനിറ്റിന് ശേഷം ഇതിങ്ങനെ ഒന്ന് മൊരിഞ്ഞ് വരും. അപ്പോഴത്തേക്കും കുറച്ച് നെയ്യൊന്ന് തൂവി കൊടുക്കണം. നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മൊരിഞ്ഞ് കിട്ടാൻ നല്ലൊരു ടിപ്പാണ് ഈ നെയ്യ് ഇങ്ങനെ തൂവി കൊടുക്കുന്നത്. എനിക്കിങ്ങനെ മൊരിഞ്ഞ ദോശയാണ് ഇഷ്ടം. ചൂടോടെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ദോശയൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഈ ഫില്ലിങ്സ് ഒന്ന് ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളണം മടക്കി കൊടുക്കട്ടെ. ഞാൻ 2 സൈഡും ഒന്ന് ജസ്റ്റ് മടക്കി കൊടുക്കുന്നതേ ഉള്ളൂ. ക്രിസ്പി ആയിട്ടുള്ള ദോശയുണ്ട്, മടങ്ങുന്ന പോലും ഇല്ല കേട്ടോ. ഭയങ്കരമായിട്ട് സ്റ്റിഫായിട്ട് ഇങ്ങനെ നിൽക്കുക. ഭയങ്കര ചൂട് കേട്ടോ. ഞാൻ ഒന്ന് പിടിച്ചു നോക്കി കൈ ഉള്ളിൽ പോയി കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലത്തെ അവത്തൊന്നും ചെയ്തതേ. അപ്പോൾ ദേ മസാല ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഫില്ലിങ്സ് മാത്രം മതി മസാല ദോശ കഴിക്കാൻ. പക്ഷേ ഞാനൊരു സാമ്പാറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സാമ്പാർ കൂട്ടി കേട്ടോ ഞാൻ മസാല ദോശ കഴിച്ചത്.
അപ്പോൾ മസാല ദോശയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിളായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഈസി റെസിപ്പിയാണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ബേബി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അതെല്ലാം ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് തുടർന്ന് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഒരു പ്രചോദനമാവത്തുള്ളൂ. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ ബൈ.